അക്ഷരപ്രാസവാദത്തെക്കാളും ഉയർന്ന ഒരു വാദമാണ് അത്. പണ്ടുള്ളവർ ആ രീതിയിൽ ചർച്ച ചെയ്തിരുന്നില്ല. ഇപ്പോഴത് ചർച്ച ചെയ്യാതെ നിവൃത്തിയില്ല. നമ്മുടെ സമൂഹ ജീവിതത്തിൽ എവിടെയും മനുഷ്യൻ ഒരു തരത്തിൽ അവൻ സ്വകാര്യമായി ജീവിക്കുകയും മറ്റൊരു തരത്തിൽ അവൻ വെളിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അത് കാപട്യമെന്നാണ് അതിൻ്റെ പേര്. അസത്യത്തിൻ്റെ ഇതിനെയാണ്. അത് എൻ്റെ പ്രവർത്തനത്തിൽ അസത്യമുണ്ടെങ്കിൽ അത് എൻ്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തി നിന്ദനം പറച്ചിലല്ല. എഴുത്തുകാരൻ്റെ രചന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമസ്ത രഹസ്യ പ്രവർത്തനങ്ങളോടും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വിമർശനത്തിൽ ബയോഗ്രാഫിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ഒരു വിഭാഗം തന്നെയുണ്ട്. വിമർശനത്തിൽ ആത്മകഥാപരമായ ജീവചരിത്രപരമായ വിമർശനമുണ്ട്. അയാൾ ഈ സമയത്ത് ഇന്നതായിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ആലോചിക്കും. വേർഡ്സ്വർത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ രാഷ്ട്രീയ പ്രവർത്തകർ ഇതൊക്കെ പറഞ്ഞിട്ട് സദാചാരത്തിന്റെ മൂർത്തികളാകാൻ ശ്രമിക്കാൻ പാടില്ല. ഞാൻ ഇതിനെപ്പറ്റി വിസ്തരിച്ച് പറയുന്നില്ല. ഞാൻ ഈ വിവാദങ്ങൾ ഇവിടെ നടക്കണം എന്ന് പറയുകയാണ്. നമ്മുടെ കൃതികളിൽ ഒരു പ്രത്യേക രീതിയിൽ സംവദിക്കുന്ന എഴുത്തുകാരൻ വെളിയിൽ വേറൊരു രീതിയിൽ സംവദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ന്യായവിസ്താരം ചെയ്യാൻ, ഇത് എറണാകുളത്തെ ഒരു ലേഡി ഡോക്ടറെ മാത്രമല്ല കുറ്റവിസ്താരം ചെയ്യേണ്ടത്. കുറ്റവിസ്താരം ചെയ്യേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ആരെല്ലാം അവതരിപ്പിക്കുന്നു അവരെ മുഴുവൻ കുറ്റവിസ്താരം ചെയ്യുവാൻ ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന് അവകാശമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എഴുത്തുകാരനാകുമ്പോൾ അത് വ്യക്തിപരമായി മാറും. അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം, പ്രണയ ജീവിതം ഇതെല്ലാം വരും. അതിൽ ക്ഷോഭം കൊള്ളേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ പോലും അത് വരുന്നു. അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് മത്സരിച്ച വ്യക്തി വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് വേറെ എന്തോ ഇത് ചെയ്തത് ഇലക്ഷനെ ബാധിക്കുകയുണ്ടായി. അതുകൊണ്ട് സദാചാരത്തിൻ്റെ പൂർണ്ണതയിൽ വിശ്വസിക്കുന്നവർ സദാചാരത്തെ ഇവിടെ വെളിയിലിട്ട് പരിശോധിക്കുന്നത് വ്യക്തിപരമായ സ്വഭാവ നിന്ദനമാണ് എന്ന് പറയാൻ പാടില്ലാത്തതാണ്. തങ്ങൾക്ക് ഒരു ഉത്കൃഷ്ടതയുടെ പദവി ഉണ്ടാക്കുവാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കൾക്ക് വേറെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇത് പറഞ്ഞു നിൽക്കാൻ പാടില്ലാത്തതാണ്. ഞാനീ പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും രചനാത്മകമായ ഒരു അധ്യായമാണ് ഈ വ്യക്തിപരമായ പരാമർശങ്ങളിലൂടെ സംഭവിക്കുന്നത്. ഞങ്ങളെല്ലാവരും പ്രതികളാണ്. അതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. അത് ഇനിയും നടക്കുമെന്നുള്ള ഒരു പോർവിളി നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് സാഹിത്യത്തിലെ ഈ സദാചാരം എന്ന് പറയുന്നത് സാധാരണ കുടുംബജീവിതത്തിലെ സദാചാരമൊന്നുമല്ല. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ 10-15 കൊല്ലം പ്രൊഫസറായി യൂണിവേഴ്സിറ്റി നശിപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. ജനങ്ങൾ അംഗീകരിച്ചതുമാണ്. അപ്പോൾ ഈ മലയാള എംഎക്ക് കൃതികളൊക്കെ പഠിപ്പിക്കാനെടുക്കും. അപ്പോൾ നളിനി പഠിപ്പിക്കും. നളിനി പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് നളിനി കുട്ടികളുടെ പ്രണയഭാചനമാണ്. ഒരേതോ നിലയ്ക്ക് ഇത് ഒരു അസാധാരണമായ സ്നേഹയോഗ്യതയുള്ള ഒരു കഥാപാത്രമാണ് എന്ന് കുട്ടികൾക്കറിയാം. ഇതൊരു മഹത്തായ കവിതയാണെന്ന് 2 പദ്യം എടുക്കുമ്പോൾ അവർ മനസ്സിലാക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ നളിനിയെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്. പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്, ആൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കും, ഈ നളിനിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഒന്നിച്ച് പഠിച്ച ഒരു യുവാവിനെ സ്നേഹിച്ചിട്ട് ആ യുവാവ് നാടുവിട്ട് പോയപ്പോൾ പിന്നെ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയി, എന്നിട്ട് അയാളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച് ഒരു താപസിയുടെ ആശ്രമത്തിൽ പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച്, എന്നിട്ട് അതിൽ പരാജയപ്പെട്ട് പിന്നെ ഈ നായകനെ കണ്ടുമുട്ടി അദ്ദേഹം ഒരു താപസനായിരുന്നു. തപസ് ഭ്രംശിപ്പിക്കത്തക്ക വിധത്തിൽ പ്രണയാഭ്യർത്ഥന നടത്തി. ഈ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ സഹോദരിയായിട്ട് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഒറ്റ ഒരു ആൺകുട്ടി ഈ നളിനി സഹോദരിയാകണമെന്ന് അഭിലഷിച്ചില്ല. കയ്യടി അവിടെ നിന്ന്. അവിടെയാണ് സദാചാരം. പ്രേമത്തിൻ്റെയും ശൃംഗാരത്തിൻ്റെയും സൂക്ഷ്മരൂപം എന്നൊക്കെ രാജരാജവർമ്മ പറയുകയുണ്ടായി. പ്രേമത്തിൻ്റെ സൂക്ഷ്മരൂപം, ആ പ്രേമത്തിൻ്റെ സൂക്ഷ്മരൂപം കേരളത്തിലെ ഒരു കുടുംബത്തിൽ ആവശ്യമില്ല എന്നുള്ള ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ ആ പുസ്തകത്തിൽ എഴുതാനേ ഉള്ളൂ. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ എന്താണ് അഗ്നിയിൽ സ്വയം പരിശോധിക്കുകയാണ്. ശ്രീരാമൻ സീതയെയാണ് അഗ്നിയിൽ, ഞങ്ങൾ അഗ്നിയിൽ സ്വയം പരിശോധിക്കുകയാണ്. ഞങ്ങൾ ഈ വാദപ്രതിവാദത്തിൽ ഞങ്ങളുടെ ഐശ്വര്യവും കീർത്തിയും നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചിട്ടല്ല. എന്ത് സംഭവിച്ചാൽ എന്നെപ്പറ്റി ക്രൈമിൽ ലേഖനം വന്നതാണ്. എൻ്റെ ആത്മകഥയിൽ എൻ്റെ ഒരു വിജയം അതായിരിക്കും.
ഇതൊക്കെ ചെയ്യാനും ചെയ്യിക്കാനും ഈ രാജ്യത്ത് ആളുകളുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ ഇതിനെയൊക്കെ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതാ എത്രയോ കാലം ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഗുണം നിങ്ങൾ എപ്പോഴും ജനങ്ങളുടെ നടുവിലാണ്. അതിൻ്റെതായ ഒരു വിശേഷമുണ്ട്. നമുക്ക് സ്വകാര്യത എന്നുള്ളതില്ലാതെ സുതാര്യത എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും. അതാണ് ഈ തർക്കങ്ങളിൽ പ്രയോഗിക്കുന്നത്. ശ്രീ പത്മനാഭനെ ഞാൻ എതിർത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വിപ്രതിപത്തിയാണ് ഞാൻ കാണിച്ചത്. അതിൽ നമുക്ക് ആർക്കും അതിലൊരു വിരോധമില്ലാത്തതാണ്. അതുകൊണ്ട് ഇതൊരു തെറ്റായ ഒരു അബദ്ധാംശമാണെന്ന നിലയ്ക്ക് ഇവിടെ ഈ സദാചാരത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒളിയമ്പുകൾ വരുന്നതിനെ ഞങ്ങൾ ഒന്നിച്ചെതിർക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം നിറവേറ്റത്. രവിക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇഷ്ടമാകാതിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ പ്രാസംഗികന്റെ ചില വിദ്യകളാണ്. രവിക്ക് കുട്ടിക്കാലത്തെ അറിയുന്നതാണ്, അവരുടെ ഇതാണ്. അപ്പൊ നമ്മുടെ എഴുത്തുകാർക്ക് ഇത് ഒരു അപകടമല്ല. ഇത് എന്തൊക്കെയാണ് പറയുന്നത്? പുസ്തകം പ്രചരിപ്പിക്കാൻ വേണ്ടി. പുസ്തകം ഈ രീതിയിൽ പ്രചരിക്കുമോ? അത്ര എളുപ്പമാണ് പുസ്തകം പ്രചരിക്കുന്നത്. ഈ നാട്ടിലെ വായനക്കാർ വിഡ്ഢികളാണ്. ഞാനിവിടെ ഇവിടുത്തെ ഗവൺമെന്റിനെ കുറിച്ചുമൊക്കെ ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തത്വമസി ചെലവാകും. തത്വമസി ചെലവാകണമെങ്കിൽ അത് മോഷണമാണെന്ന് പറഞ്ഞാൽ ചെലവാകും, അല്ലാതെ ഇത് ചെലവാകും. അതുകൊണ്ട് ഇത് ആ രീതിയിലൊന്നും ഞങ്ങളതൊന്നും പുസ്തകം ചെലവാക്കാനൊന്നുമല്ല ഈ പറയുന്നത്. ജാനുവിനെ പ്രകാശനത്തിന് ശ്രമിച്ചു. എന്തെല്ലാം അപവാദങ്ങൾ ഈ മനുഷ്യൻ കേൾക്കേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കഷണ്ടി വന്നതെന്നാണ് നമുക്ക് ഞാനിതൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ക്ഷോഭം ഉണ്ടെങ്കിലും ഈ ക്ഷോഭം തമാശയുടെ അയൽവക്കക്കാരനാണ്. ഞങ്ങൾ അത്രേ ഇതിനെ കാണുന്നു. പക്ഷെ പറയുമ്പോൾ ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധത ഈ ശബ്ദത്തിന്റെ തീക്ഷ്ണതയിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ ഇത്രയോ വിലവെക്കുന്നുള്ളൂ. എൻ്റെ പുസ്തകം 5 കോപ്പി ചെലവായാൽ ആദ്യം പൊട്ടിച്ചിരിക്കുന്നവൻ ഞാനായിരിക്കും, വേറൊരാളാവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ ഈ വിവാദം നടത്തും. ഈ വിവാദം ഞങ്ങളുടെ ഉള്ളിലുള്ള ഞങ്ങളുടെ സർഗശക്തിയുടെ ഭാതിവൃത്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയും പരിരക്ഷിക്കുവാൻ വേണ്ടിയും അതിനെ വളർത്തുവാൻ വേണ്ടിയുമുള്ള ഞങ്ങളുടെ ഒരു ആത്മാഹുതിയാണ്. ഞങ്ങൾ സ്വയം ആത്മാഹുതി ചെയ്യുകയാണ് ഈ തർക്കങ്ങൾ. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നമ്മുടെ ഈ എഴുത്തുകാരുണ്ടല്ലോ, കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ചരിത്രം രേഖപ്പെട്ടു പോകുന്ന സമയത്ത് വർത്തമാന പത്രങ്ങൾ ഏറ്റവും ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രം എന്നുള്ളത് വർത്തമാന പത്രത്തിലെ 1-ാം പേജിലെ വാർത്തകളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടെ വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ പോലും നടത്തുന്നുണ്ട്. ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതാ മറ്റൊരു ചരിത്രമുണ്ട്. ഒരു പരോക്ഷ ചരിത്രം ഈ സമയത്ത് എഴുതപ്പെടുന്നു. ആ പരോക്ഷ ചരിത്രമാണ് ഈ പ്രത്യക്ഷ ചരിത്രത്തെ നിഷ്പ്രഭമാക്കി പിന്നീട് വരുന്നവർ വായിക്കുന്നത് ഈ പരോക്ഷ ചരിത്രമായിരിക്കും. ആ പരോക്ഷ ചരിത്രത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്നവരാണ്. ഈ ഇരിക്കുന്ന ഞങ്ങളിൽ ഒരാൾക്ക് MLA-യോ MP-യോ ആകുവാൻ പ്രയാസമുള്ളതല്ല. എനിക്ക് വളരെ എളുപ്പമാണ്. ഇതെല്ലാം ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഇതിൽ നുഴഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് ഈ മന്ത്രി എന്ന നിലക്കുള്ള എൻ്റെ ഈ ചലബല വർത്തമാനം രേഖപ്പെടുത്താതെ ഞാൻ സാഹിത്യത്തെ പറ്റി പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തുന്ന പരോക്ഷ ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാൻ വേണ്ടിയുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ആത്മഹത്യാശ്രമം ഞങ്ങളുടെ ഈ പരിശ്രമത്തിലുണ്ട്. അതുകൊണ്ടാണ് ONV-ക്ക് വേണമെങ്കിൽ പാർട്ടി നിർബന്ധിച്ചിട്ട് അദ്ദേഹം നിന്നതാണ്. പക്ഷെ അദ്ദേഹം ഇതിൻ്റെ എല്ലാം പറഞ്ഞ നല്ല നല്ല വാചകം ഇനി വരാൻ പോകുന്നു. ONV-യുടെ വരികൾ ഒരു 10-200 കൊല്ലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരികൾ ഇവിടെ ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ഭൂമിയെ കൊല്ലുന്നവരെ നോക്കിയിട്ട് ഭൂമിയുടെ ചരമഗീതം എഴുതാനുള്ള ഒരു തന്റെ ഇടം നിങ്ങൾക്കില്ലല്ലോ എന്ന് വിജ്ഞാപദേശമായി ഭൂമിയുടെ ചരമഗീതം എഴുതി പ്രഖ്യാപനം ചെയ്ത കവിയാണ് അദ്ദേഹം. അദ്ദേഹം വലിയ മഹാകവി എന്നൊന്നും പറയുകയല്ല. ഇടത്തരം കവിയായാൽ പോലും അദ്ദേഹം 200 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് കാർത്തികേയൻ എന്നുള്ള പേര് ജീവിക്കുന്നത് ഡിക്ഷണറിയിൽ സുബ്രഹ്മണ്യൻ എന്ന അർത്ഥത്തിലായിരിക്കും, മന്ത്രി എന്ന അർത്ഥത്തിലായിരിക്കും, ശിവന്റെ മകൻ എന്ന അർത്ഥത്തിലായിരിക്കും, വേറൊരർത്ഥത്തിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എഴുത്തുകാരനെ നേരിടുന്നത് മന്ത്രിമാർ ഓർമ്മിക്കുക,
എഴുത്തുകാരനെ നേരിടുന്നത് വായനക്കാരൻ എന്ന നിലക്ക് നേരിടുക. വേറെ ഒരു വഴിക്കും എഴുത്തുകാരനെ നേരിടുവാൻ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതിനൊക്കെ വേണ്ടി സംസാരിക്കാനാണ് രവിയുടെ സമ്മതമില്ലെങ്കിൽ ഇവിടെ പറയാൻ ഞാൻ വിചാരിച്ചത്. ഇത് ഉദ്ഘാടനമാണെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മലയാള ചെറുകഥാരംഗത്തെ കുലപതിയും രചനയുടെ 50 വർഷങ്ങൾ പിന്നിട്ടിട്ടും കഥാപ്രേമികൾക്ക് നിത്യവിസ്മയമായി ഇന്നും എന്നും സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കഥാകാരനാണ് ശ്രീ ടി പത്മനാഭൻ. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കട്ടെ. 50 അല്ല 53. എന്തിനാ 3 നഷ്ടപ്പെടുത്തുന്നത്? കറണ്ട് ബുക്സിന്റെ 50 കറണ്ട് ബുക്സിന്റെ ഈ 50ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് എനിക്കേറെ സന്തോഷമുണ്ട്. അതിനൊരു കാരണം, എൻ്റെ ആദ്യകാലത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് കറണ്ടാണ്. ഏതൊരു എഴുത്തുകാരനും അത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമായി. പിൽക്കാലത്ത് കറണ്ട് ബുക്സിൻ്റെ സ്ഥാപകനായ ശ്രീ തോമസ് മുണ്ടശ്ശേരി തനിക്ക് ഈ വ്യവസായം വേണ്ട എന്ന് തീരുമാനിച്ച് പറയുന്നതിനിടയ്ക്ക് ഇന്നലെ ടൗൺ ഹാളിൽ വെച്ച് അദ്ദേഹവുമായി വളരെ അടുത്ത് പരിചയമുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, ഇവിടുത്തെ എഴുത്തുകാരുടെ നന്ദികേട് നിമിത്തമാണ് ശ്രീ തോമസ് മുണ്ടശ്ശേരി പ്രസാധന വ്യവസായം മതിയാക്കി അഖ്ബാരി ബിസിനസ്സിലേക്ക് പോയത്, ആന്ധ്രയിലേക്ക് എന്നാണ്. അത്രയും ദുഃഖിതനായിട്ട് ഇങ്ങനെ നന്ദി കെട്ട ഒരു വർഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് തന്നോട് പറഞ്ഞു എന്നാണ് ഇന്നലെ പറഞ്ഞു കേട്ടത്. അത് ശരിയായിരിക്കും, അതിൽ അത്ഭുതപ്പെടാനില്ല. എഴുത്തുകാരൻ്റെ നിഘണ്ടുവിൽ നന്ദി എന്നൊരു വാക്കില്ല. അത് പ്രതീക്ഷിച്ചതാണ് അത്യന്തം ബുദ്ധിമാനായ തോമസ് മുണ്ടശ്ശേരിക്ക് പറ്റിയ അബദ്ധം. അദ്ദേഹം അബ്കാരി ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഈ കറണ്ട് എന്ന പേരിൽ നടത്തിയ പുസ്തക പ്രസാധന ശാല DC കിഴക്കേ മുറിയാണ് ഏൽപ്പിച്ചത്. DC കിഴക്കേ മുറിയിൽ നിന്നും ഏറെ സൗഹൃദപൂർണമായ പെരുമാറ്റമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 മഹാരഥന്മാരെയും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും നന്ദിയോടും കൂടി അനുസ്മരിക്കാനാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത്. അതിൽ പ്രധാനമായും ശ്രീ തോമസ് മുണ്ടശ്ശേരിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൻ്റെ പേര് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നതായിരുന്നു. ഇത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു പ്രസാധനശാലയല്ല പ്രസിദ്ധീകരിച്ചിരുന്നത്. പൊന്നാനിയിലെ ഏതാനും സഹൃദയരുടെ ഒരു കൂട്ടായ്മയാണ് 10 റുപ്യ വരിസംഖ്യയിട്ട് സഹൃദയന്മാരിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത കാശ് കൊണ്ട് 10 റുപ്യ കൊടുത്താൽ ഒരു കൊല്ലത്തിനിടയിൽ 10 പുസ്തകം തരും. അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ സമീപിച്ച് അവരിൽ നിന്ന് സ്വരൂപിച്ച ഈ മൂലധനം കൊണ്ട് ഒരു കൊല്ലത്തിനിടയിൽ 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിലൊന്നായിരുന്നു എൻ്റെ പുസ്തകം. ഒരു കൊല്ലം കഴിഞ്ഞ് 10 പുസ്തകങ്ങൾ വന്നതിന് ശേഷം ഈ കൂട്ടായ്മ സ്വാഭാവികമായും അവസാനിക്കുകയും ചെയ്തു. എൻ്റെ പുസ്തകത്തോടൊപ്പം അന്ന് പ്രസിദ്ധീകരിച്ച മറ്റ് പുസ്തകങ്ങൾ ഉറൂബിൻ്റെയും ഇടശ്ശേരിയുടെയും VT ഭട്ടതിരിപ്പാടിൻ്റെയും
അക്കിത്തത്തിൻ്റെയും അതുപോലുള്ള പ്രശസ്തരായ ആൾക്കാരുടെ ഇതായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും അപ്രശസ്തൻ ഞാനാണ്. ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു പ്രസാധനശാലയല്ല. 10 പുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും കഴിഞ്ഞ ശേഷം ഈ സമിതി കൂട്ടായ്മ അവസാനിച്ചു. ഇനി എന്ത് ചെയ്യും എന്ന ഘട്ടത്തിൽ അന്ന് ശ്രീ തോമസ് മുണ്ടശ്ശേരി തൻ്റെ കറണ്ടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്കൊരു പരിചയമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് എഴുതി ഈ പുസ്തകം ഒന്ന് പ്രസിദ്ധീകരിക്കാമെന്ന്. അദ്ദേഹം സസന്തോഷം സമ്മതിക്കുകയും കോപ്പി അയച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി കറണ്ട് ബുക്സിലൂടെ വെളിച്ചം കണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ പ്രസാധകൻ സത്യത്തിൽ കറണ്ട് തോമസ് മുണ്ടശ്ശേരി തന്നെ. അതിനുശേഷം മഖൻ സിംഗിൻ്റെ മരണം തുടങ്ങിയ വേറെയും പുസ്തകങ്ങൾ തോമസ് മുണ്ടശ്ശേരി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് തിരഞ്ഞെടുത്ത കഥകൾ എന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. ഒരു 5 or 6 പുസ്തകങ്ങൾ ഈ സീരീസിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തോമസ് മുണ്ടശ്ശേരി 2 പുസ്തകങ്ങൾ ഇറക്കിക്കഴിഞ്ഞു. ഒന്ന് ശ്രീ M.T. വാസുദേവൻ നായരുടേത്, അതിന് മുൻപായിട്ട് ഉറൂബിത്ത്. ഞാൻ ചോദിച്ചു, ഒരു കാർഡ് എഴുതി. അന്നൊന്നും ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല തോമസ് മുണ്ടശ്ശേരി. എൻ്റെ ഒരു തിരഞ്ഞെടുത്ത കഥകളുടെ പുസ്തകം ഇറക്കാമോ? ഇറക്കാലോ, അയച്ചു തരൂ. ആദ്യം തിരഞ്ഞെടുത്ത കഥകൾ ഇറക്കിയത്, എൻ്റെ പുസ്തകം ഇറക്കിയത് കറന്റ് പ്രസിദ്ധീകരണശാലയായിരുന്നു. അന്ന് വരെ കറണ്ടിൽ നിന്നായാലും നാഷണൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്നായാലും ഈ തിരഞ്ഞെടുത്ത കഥകൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥകർത്താവിൻ്റെ കവർ ചിത്രമുണ്ടാകും. ഏതെങ്കിലും ഒരു വിമർശകന്റെ പഠനവും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഇത് രണ്ടും വേണ്ട. കവർ ചിത്രം, ചിരിച്ചുകൊണ്ടുള്ള കവർ ചിത്രം വേണ്ട, പഠനവും വേണ്ട. എൻ്റെ കൃതി നല്ലതാണെങ്കിൽ അതിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഇതങ്ങ് നിൽക്കട്ടെ, ആളുകൾ വാങ്ങട്ടെ, മറ്റേത് വേണ്ട എന്ന് ദൃഢമായി പറഞ്ഞു. ഈ കാരണത്താൽ തോമസ് മുണ്ടശ്ശേരി പ്രസിദ്ധീകരിച്ച എൻ്റെ തിരഞ്ഞെടുത്ത കഥകളിൽ ഇത് രണ്ടുമില്ല. പഠനവുമില്ല, ചിരിക്കുന്ന കവർ ചിത്രവും. ഒരു ചിത്രം വേണമല്ലോ എന്ന് കരുതിയപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നുള്ള എൻ്റെ ഒരു ചെറിയ മുഖം വെട്ടിയെടുത്ത് ഫ്ലാപ്പിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ ചേർത്തു. ആ ഫ്ലാപ്പ് പോയാൽ ചിത്രവും പോയി. ഒരു പഠനം വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ശ്രീ M.P. ശങ്കുണ്ണി നായർ എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു 2 വാചകങ്ങളുണ്ട്. അതും ഈ ചിത്രത്തിൻ്റെ താഴെ എടുത്തു ചേർന്നു. ഇതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ ധാരാളം തെറിയെഴുത്തുന്നു. ഞാനിങ്ങനെ പോയി കറണ്ട് തോമസോടും മറ്റ് പ്രസാധകരോടുമൊക്കെ ശങ്കുണ്ണി നായർ എന്നെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ എൻ്റെ പുസ്തകത്തിൽ ചേർക്കണം എന്ന് കരഞ്ഞ് പറഞ്ഞ് നിലവിളിച്ച് അങ്ങനെയാണ് ചേർക്കുന്നത് എന്ന്. അത് ശരിയല്ല. ഞാനങ്ങനെ ഇതുവരെ ആരുടെ അടുക്കലും പോയി കരഞ്ഞ് നിലവിളിച്ച് ശക്തി പിടിച്ചിട്ടൊന്നുമില്ല. തോമസ് സ്വന്തം ഇഷ്ടത്തിന് അത് ചേർത്തതായി. വേറെ ഒരു പുസ്തകത്തിലും ശ്രീ M.P. ശങ്കുണ്ണി നായരുടെ വാചകം എടുത്തു ചേർത്തിട്ടുമില്ല. ഈ പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ D.C. കിഴക്കേ മുറി ഏറ്റെടുത്തതിന് ശേഷം അവരാണ് അത് തുടർന്ന് അച്ചടിക്കുന്നത്. അതിലും ഇത് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. D.C. കിഴക്കേ മുറി അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ
ശ്രീ രവിയും എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിലും ശങ്കുണ്ണി നായർ പറഞ്ഞ വാചകം എടുത്തു ചേർത്തിട്ടില്ല. പക്ഷേ തിരഞ്ഞെടുത്ത കഥകൾ വരുമ്പോൾ ഈ വാചകം ചേർക്കുന്നുണ്ട്. എന്നിട്ടും പറയുന്നു, ഞാൻ പോയി കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത് എന്ന്. രവി പറയട്ടെ, അദ്ദേഹം ഞാൻ എപ്പോഴെങ്കിലും അവിടെ ചെന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടോ എന്ന്. മറ്റൊരു കാര്യം, പ്രസാധകരെ കുറിച്ച് പറയും, അവർ എഴുത്തുകാരുടെ ചോര കുടിക്കും, അവരെ ചതിക്കും, പറഞ്ഞ കാശ് കൊടുക്കില്ല എന്നൊക്കെ. ശ്രീ തോമസ് മുണ്ടശ്ശേരിയിൽ നിന്ന് എനിക്ക് ഇത്തരത്തിലുള്ള ഒരനുഭവവും ജീവിതത്തിലുണ്ടായിട്ടില്ല. ഉറുപ്പിക അണാപൈ, അന്ന് അണാപയ്യാണ്, നയാ പൈസ വന്നിട്ടില്ല. ഉറുപ്പിക അണാപൈ കൃത്യമായി എൻ്റെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടായിട്ടില്ല. ഏതായാലും മഹാനായ ഈ പ്രസാധകനിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഈ നല്ല അനുഭവങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ പരസ്യമായി പ്രസ്താവിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കിഴക്കേ മുറിയെക്കുറിച്ച് പറയുവാനില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഒരാളെയും ഏമാത്തുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. എഴുത്തുകാരൻ മാത്രമല്ല, ഒരാളെയും ഏമാത്തുകയില്ല എന്ന് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ടെന്ന ആവശ്യമില്ല. ഒരിക്കൽ കൂടി ഞാൻ എഴുത്തുകാരൻ്റെ നന്ദികേട് കൊണ്ട് മനം നൊന്നിട്ട് ഈ പ്രവൃത്തി അവസാനിപ്പിച്ച് ആന്ധ്രയിൽ മദ്യവ്യവസായത്തിന് പോകേണ്ടി വന്ന ആ മനുഷ്യൻ്റെ, തോമസ് മുണ്ടശ്ശേരിയുടെ ദുഃഖത്തെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നന്ദികേട് ആർക്കില്ലെങ്കിലും എഴുത്തുകാരന് ഉണ്ടാവാതിരിക്കില്ല. Now, with great pleasure, I would like to invite Mr. Tarun Tejpal, the well-known media celebrity, fellow publisher, Chief Executive Officer of Tehelka.com and Buffalo Network, to deliver the keynote address on this memorable occasion. The dais is yours, Mr. Tarun Tejpal. The city that I come from is at the moment reeling in fear. Everyone thinks we are going to be hit by a nuclear bomb. In fact, when I was leaving to come here, most people thought I was fleeing Delhi in fear of the nuclear bomb. I'm very happy that I accepted Ravi DC's invitation to come here, because I'm absolutely amazed, and I was just telling Paul Zachary, who was an old friend, at the sort of turnout, a literary function involving extremely boring writers mostly, can get in a state like this, in a city like this. In Delhi, for a literary function, you would be hard put to put together more than 20 people. In Delhi, if you need to do a function which involves more than 20 people in a literary function, you have to grease it with large amounts of alcohol. You have to have it in a 5-star hotel. In Delhi, everybody drinks. Some people read books. I suspect most of those some are Malayalis. After listening to the thunderous oration of Shri Sukumar Azikode, which was so glorious, I also feel like bursting into Malayalam, but unfortunately,
English is all I know, and so you'll have to bear with me. I came to journalism in the early 80s, and at the time, in the 80s, journalism was a very combative profession. It was a very adversarial profession, and in the 80s, all the major issues in the public domain were mediated by media. All the major issues, we had the Punjab agitation, we had the Rajiv Gandhi assassination, we had the Assam secessionist movement, we had Fairfax, Bofors, the Mandal problem, the Babri Masjid problem. On every issue, journalists were in the thick of the battle. They were combative, they were adversarial, they opposed governments, they fought governments, they took up issues. And it was one of the reasons that people like me were inspired to become journalists in the early 80s. But by the time the 80s closed and the 90s began, something extremely dangerous began to happen to Indian journalism, and in some sense it has carried on through the 90s. Journalism began to drift into a sort of trivialization. There are various reasons extended for this. The advent of cable television, which came in 1991 and burgeoned very, very quickly. The advent of the page 3, the color paper in the newspapers, which was largely full of trivia. Now, I have no problem with trivia. I myself love trivia. I love to know what actors are eating and what sportsmen are wearing. But at the heart of journalism is always about uncomfortable questions. It cannot be about trivia. In my opinion, there is a great distinction between advertising, public relations, and journalism. And I'm afraid that this distinction has completely blurred in the 90s. And this is a dangerous blurring because at its core, journalism must remain about the uncomfortable questions. It must at its core remain about asking uncomfortable questions to people in power, people who abuse public office and public money. That, in my opinion, in my view, is the core responsibility of journalism. The sad thing is that by the time the 90s ended, by the time 1999 came around and the decade was ending, we were in a really tragic, Indian journalism was in a tragic situation where every major journalist and every major publication could be clearly identified with a political party or a corporate house. So when we launched Tehelka in the early, in 2000, in March 2000, when I quit Outlook, I was a managing editor of Outlook. When I quit it to start Tehelka with some other colleagues, one of the immodest claims we made was that we wanted to bring back some of the hard journalism of the 80s, where journalists were more combative and more adversarial, there were far more exposes, there were far more investigations, there were many more uncomfortable questions being asked. It was an immodest claim. We just made it because we thought maybe we needed to say something new. As things turned out, we were able to break a few big stories. We broke a story on match fixing in cricket. It led to a big hue and cry. It led to a... But later they learned that even he used to take bribes, but in this case, he had become a little suspicious. There are a lot of questions that have also been raised about the kind of journalism. After we broke this story, I had hundreds of journalists visit my office in the months that followed. And almost every white journalist who used to visit the office used to ask me, the parting question always was, how come, Mr. Tejpal, you don't have sex scandals in this country? And my answer always used to be that in the hierarchy of scandals, for India, the sex scandal comes really low. The only kind of scandal that really matters in India is the financial scandal. And that is because we are a poor country, we are a poor democracy. Money siphoned off, money robbed hurts us. It hurts development, it hurts ordinary people. So the only real kind of scandal that we need to worry about is the financial scandal. And so I come back to what I said earlier, that as in Tehelka, as journalists, we are not interested in the private lives of anybody. What interests us is the misuse and abuse of public office and public money. And to expose that, we think all means are fair, because the kind of political animal we are dealing with now cannot be easily dealt with on a purely moral basis. I said a number of things on March 13th, none of which have been paid heed to. I'm saying this because in Tehelka we have lived through an extraordinary year. At one level we have received incredible goodwill and acclaim from the people. Wherever I go, wherever any of us go, we get the most astonishing goodwill and acclaim and expectations from the people.
But on the other hand, we have suffered a very, very venal and shameful onslaught from the government. The government has been on our case for the last year and 3 months. I mean, they have tried to torment us in all kinds of ways. In fact, despite all our success, despite everything we have done, despite the fact that everybody in this country, from owners of companies to grassroots workers, support us and love us, you will be surprised to know that since we broke the story, Telka has failed to raise a single rupee of investment from anybody in India. In fact, even as I speak, we are going through a really difficult time. We have not been able to pay salaries for 4 months. And even so, the government with all its departments, whether it's the Enforcement Directorate, whether it's the Taxation, the Revenue IRS, they are all on our cases. They send us absurd notices. They attack us on absurd conspiracy theories. We have been snared in the Venkateswamy Commission of Inquiry, where in the last 11, 12 months, 13 lawyers have represented Telka. I mean, which media company in India can afford 13 lawyers over a period of 1 year and the commission is not even over? So we are being bled white in all kinds of ways and we are being troubled. At the same time, I'm very hopeful and I'm very optimistic that Telka will survive. The point I'm trying to make here is that governments are increasingly becoming intolerant of any kind of criticism. And the public and the media seem to be unable to force them to be accountable for anything. Perhaps because we live in Delhi, we feel much closer to it and we feel the danger of it all the time. We've seen something very, very similar happen in Gujarat. We've seen how the government, both at the state level and at the central level, has chosen to attack the media instead of act on what the media has shown. And I personally believe that this is always the first sign, it's the first footfall of fascism. I think we can all hear it if you just bother to listen. Attacks in media, instead of addressing problems, are, in my opinion, always the first footfall of approaching fascism. And this is something we need to worry about a great deal. Because the subject matter for my talk today is Telka media and fascism, I need to say a few words about media and what its role ought to be. I mean, because it's becoming increasingly controversial in public affairs. There is always a controversy about did media do right? Should they have reported this? Should they have not reported this? Are they taking sides? Are they prejudiced? You know, do they represent a party or are they independent? You know, the Indian folklore, Indian mythology offers 3 very good precedents for 3 different kinds of journalism. We have the journalism of Narad the Muni, who takes one set of information to another set of people and twists it and misrepresents it to create trouble. There is that kind of journalism. Then there is the journalism of Sanjay. In the Mahabharata, Sanjay tells the story of the Mahabharata as it occurs to Dhritarashtra. And at one point, Dhritarashtra actually tells, when Sanjay is telling him about his sons being massacred, Dhritarashtra accosts him and says, how can you be so incredibly calm and objective when you tell me these gory tidings? And Sanjay says, my job is to only tell you what is happening and nothing more. And that is one kind of journalism. It's the kind of reportage which does not take positions, but reports things as it is, and it's a valid reportage. And then there is the journalism exemplified by Krishna, which is who acts as a moral arbiter. His kind of journalism operates from a moral viewpoint. It has a moral center. And so when he interprets information, when he passes out information, whether it is to the Pandavas or to the Kauravas or to anybody else engaged in the battle, he slants it or interprets it or projects it in a way that the moral center of things holds. Today, I believe that it's the third kind of journalism, the Krishna kind of journalism, that is incredibly important. I think journalism needs a moral center. I think this country is in deep trouble. Being here, one doesn't feel it, and it's wonderful to be here. It's all green and lovely. But if you live in Delhi, you have a deep sense of distress all the time because the corridors of power are very close to our houses and they echo with all kinds of dangerous things. I think we need a journalism of the Krishna kind with a moral center and with an ability to operate from a strong moral viewpoint. I think we also, because the subject matter of my speech encompasses fascism, I think one needs to take note of the crisis of communalism. I think corruption is a problem in this country, and we in Telka and me myself are associated with anti-corruption journalism. But in my opinion, today,
the far greater challenge, the far greater danger in front of India, much more than corruption, is communalism. I think corruption, in a sense, as I was laughing with Paul just now, is that corruption at the end of the day is egalitarian. Everybody from the PM to the big boss is in some level compromised and corrupt. So there is a kind of egalitarian quality to corruption. And we can deal with it, we've dealt with it for many years. But I think communalism is the kind of cancer of the soul that will, if anything, will destroy this country, if anything will tear this country apart. I think it's communalism, it's happened in the past. There is no reason to believe that it will not happen again if this fault line is not closed. This fault line needs to be closed as quickly as possible before it tears this country apart. In this, I think citizens need to engage. I personally, for 20 years as a journalist, had always believed and operated as a cardinal principle that a good journalist should never veer into activism, that a good journalist's job was a job that Sanjay did for Dhritarashtra, that he reports and he observes and he analyzes, but he never becomes active. But I have to say that today, I don't believe that anymore. I believe every citizen in this country needs to engage, needs to actually be part of the political processes, of the processes of public life. If we are to somehow stem the rot, there is a kind of civilizational decay and deterioration on. We need to work on stemming that, and that requires a very engaged citizenry. I have to also say that I feel Indians as citizens are an extremely frightened people. We are a very afraid people. We are always afraid. We are always afraid of authority. We are always afraid of bosses. We are always afraid of government. And I'm saying this, and it's true universally, it's not true just for India, that when a citizenry becomes scared, the more scared the citizenry becomes, the more draconian governments become. The only way to keep governments in place and accountable is to have an element of fearlessness, an element of irreverence and insolence. A little less fear is roughly what I'm talking about. I'd like to thank Ravi once again for calling me here. I'm very, very pleased to be here. I have dozens of wonderful Malayali friends, from O.V. Vijayan to Arundhati Roy to Paul and many others. But it is the first time I'm visiting Kerala, and I hope that I will be coming here all the time, because it's clearly a beautiful state with extremely wonderful audiences and people who actually read books and come to listen to writers. Thank you. Thank you very much, Mr. Tarun Tejpal. ഇനി അവാർഡ് ദാന ചടങ്ങാണ്. ആദ്യം പ്രശസ്തി പത്ര പാരായണത്തിനായി ശ്രീ രാജേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. കറണ്ട് ബുക്സ് സുവർണ ജൂബിലി നോവൽ അവാർഡ് ഒടിയൻ എന്ന കൃതിയുടെ കർത്താവായ ശ്രീ പി കണ്ണൻകുട്ടിക്ക് നൽകുന്നു. നമ്മുടെ കാഴ്ചയിൽ നിന്ന് മാഞ്ഞു പോകുന്ന സംസ്കാരങ്ങൾ, നാട്ടുതനിമകൾ, ദൈവികവും മാന്ത്രികവും നീചവും നിഗൂഢവുമായ ഒരുപാട് കഥകൾ, സംസ്കൃതിയിൽ അവയുടെ മറയൽ സൃഷ്ടിക്കുന്ന അനുരണനങ്ങൾ. ഒടിയൻ എന്ന നോവലിൻ്റെ മുഖ്യ പ്രമേയം ഇതാണ്. പാലക്കാട് ജില്ലയിലെ പരുത്തിപ്പുള്ളിയുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ സൂക്ഷ്മചിത്രങ്ങൾ ഇറങ്ങിയ ഈ നോവൽ ഭാഷാപരമായി പുലർത്തിയിരിക്കുന്ന സൂക്ഷ്മത കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. നമ്മുടെ മലയാള നോവൽ പാരമ്പര്യത്തിൻ്റെ ശക്തമായ കണ്ണിയാകുന്ന ഒടിയൻ മലയാളത്തിൻ്റെ ഭാവുകത്വത്തിന് ലഭിച്ച അനർഘനിധിയാണ്. മലയാള നോവലിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്ന ശക്തനായ ഒരു എഴുത്തുകാരൻ്റെ ആവിർഭാവമാണിത്. പി കണ്ണൻകുട്ടിക്ക് മലയാളത്തിൻ്റെ സർവാത്മനായുള്ള സ്വീകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കറണ്ട് ബുക്സ് സുവർണ ജൂബിലി നോവൽ അവാർഡ് സസന്തോഷം സമർപ്പിക്കുന്നു. രവി DC. മാറാമുദ്ര എന്ന കൃതിയുടെ കർത്താവായ ശ്രീ E.P. ശ്രീകുമാർ. ആഗോള കഥാ നോവൽ സാഹിത്യത്തിലെ ഏറ്റവും സാധാരണമായ ഭാവനയുടെ മേഖലയാണ് സയൻസ് ഫിക്ഷൻ. ഇന്ത്യൻ സാഹിത്യത്തിൽ പൊതുവിലും മലയാളത്തിൽ പ്രത്യേകിച്ചും സയൻസ് ഫിക്ഷൻ അതിൻ്റെ അസാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ഈ നോവൽ സയൻസ് ഫിക്ഷൻ്റെ മേഖലയിലേക്ക് ഒരുപക്ഷെ ഏതാണ്ട് ആദ്യമായി നടത്തുന്ന കാൽവയ്പ്പാണ്. ഇന്ന് സജീവമായിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഭാവിയുടെ അതിർവരമ്പുകളിൽ ഉണ്ടായേക്കാവുന്ന ആൾമാറാട്ടങ്ങളാണ് നോവലിൻ്റെ ആഖ്യാനപാത. മലയാള നോവലിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്ന ശക്തനായ ഒരു എഴുത്തുകാരൻ്റെ ആവിർഭാവമാണ് E.P. ശ്രീകുമാറിന്. മലയാളത്തിൻ്റെ സർവാത്മനായുള്ള സ്വീകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
കറണ്ട് ബുക്സ് സുവർണ ജൂബിലി നോവൽ അവാർഡ് സസന്തോഷം സമർപ്പിക്കുന്നു. രവി DC. ആധുനിക കഥാകാരന്മാരിൽ പ്രമുഖനും സാമൂഹിക തിന്മകൾക്കെതിരെ സദാ ശബ്ദമുയർത്തിക്കൊണ്ട് ശ്രദ്ധേയനായി നമുക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹിത്യ നായകനാണ് ശ്രീ സക്കറിയ. കറണ്ട് ബുക്സ് സുവർണ ജൂബിലി അവാർഡ് നേടിയ ശ്രീ കണ്ണൻകുട്ടിക്കും ശ്രീ EP ശ്രീകുമാറിനും അവാർഡ് നൽകുന്നതിനായി ശ്രീ സക്കറിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കട്ടെ. ശ്രീ EP ശ്രീകുമാർ. രണ്ട് അവാർഡ് കിട്ടിയ 2 നോവലുകളും വായിച്ചവനാണ് ഞാൻ. മനോഹരങ്ങളായ നോവലുകളാണ്. അതുകൊണ്ട് നമ്മളിവിടെ നോവൽ മരിക്കുന്നു, പുസ്തകം മരിക്കുന്നു, സാഹിത്യം മരിക്കുന്നു, മലയാളം മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കാനുള്ള കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ വാസ്തവത്തിൽ ഈ 2 ചെറുപ്പക്കാരിലൂടെ നമ്മൾ കാണുന്നത്. ഈ 2 പുസ്തകങ്ങളിലൂടെയും ഇതുപോലെയുള്ള ശ്രീകുമാരനെ കണ്ണൻകുട്ടിയെ പോലെയുള്ള നിരവധി എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിലൂടെ നാം കാണും. എനിക്കധികം കാര്യങ്ങളൊന്നും പറയാനില്ല. തരുൺ ഇപ്പോൾ പറഞ്ഞു ഭരണകൂടങ്ങളെ എതിർത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ വളരെ നല്ല ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് തരുൺ തേജ്പാൽ. തരുൺ തേജ്പാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ടെഹൽക്കയും. അതുകൊണ്ട് തരുണിൻ്റെ ഇപ്പോൾ കേരളത്തിലെ പോലെ ഈ വരവും കേരളത്തിൽ അദ്ദേഹത്തിന് മലയാളികളോട് സംവദിക്കാനുണ്ടായ ഈ അവസരവും ഒരു നല്ല നിമിത്തമായിട്ടാണ് കാണുന്നത്. കാരണം ഭരണകൂടങ്ങൾ ഒന്നിനൊന്നിന് നമ്മുടെ കേരളത്തിലെ പോലെ ഒരു അർത്ഥവുമില്ലാത്ത ഭരണകൂടങ്ങളാണ് വാസ്തവത്തിൽ. അവയ്ക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം കൈകടത്തി നമ്മളെ നശിപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തുന്ന ഡൽഹിയിലിരിക്കുന്ന ആളുകൾ വളരെ ശക്തിമാന്മാരാണ്. അവർക്ക് യുദ്ധം നടത്താം. പാകിസ്ഥാൻ ശത്രുവാണ്, ചൈന ശത്രുവാണ്, അല്ലെങ്കിൽ ഇത് ശത്രുവാണെന്ന് പറഞ്ഞിട്ട് ഒരു 10-30,000 കോടി രൂപയുടെ യുദ്ധം വരെ പ്രഖ്യാപിക്കാൻ ശേഷിയുള്ളവരാണ് ഡൽഹിയിലിരിക്കുന്ന ആളുകൾ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു രക്ഷയില്ല. അവർക്ക് ഒരു കോടി രൂപയുടെ യുദ്ധം പോലും തമിഴിന് നമ്മുടെ ജയലളിതയായിട്ട് പോലും ചെയ്യാനുള്ള ശേഷി, വെള്ളത്തിൻ്റെ പേരിലാണ് നമ്മൾ സാധാരണ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുപോലെ നമുക്ക് സാധിക്കാൻ ഉള്ള ശേഷിയില്ലാത്തവരാണ്. എന്നിട്ടും മന്ത്രിമാരും പല പാർട്ടികളുമെല്ലാം നമ്മളുടെ വെറും സാധാരണ ജീവിതങ്ങളിൽ OMB കുറിപ്പ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ തരത്തിൽ ഒരാൾ മന്ത്രിയായ ഉടനെ ഇങ്ങനെ ഒരു ചെറിയ ഈ കുഞ്ഞു യുദ്ധങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ഇടപാട് ഒക്കെ സഹിക്കുന്നവരാണ് നമ്മൾ. വിദ്യുച്ഛക്തിയില്ല, വെള്ളമില്ല, റോഡില്ല, ജീവിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. പക്ഷേ ഈ തരം യുദ്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. സംസ്കാരം നന്നാക്കിയേ അടങ്ങൂ. മഴ നൃത്തം വളരെ മോശമാണ്. അതിപ്പോൾ അഴീക്കോട് മാഷ നല്ലതാണ് മോശമാണെന്ന് പറഞ്ഞ ആളാണ്, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ ആളാണ്. ഈ തരത്തിലുള്ള നോൺ ഇഷ്യൂസ് വെച്ചിട്ട് മഴ നൃത്തം സിനിമയിൽ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി ആരും മനോരമയിൽ എഴുത്തെഴുതി മഴ നൃത്തം ചെയ്തത് നടീനടന്മാരായത് കാരണം അത് കുഴപ്പമില്ല. മഴ നൃത്തം സിനിമയിൽ ചെയ്തത് നടീനടന്മാരാണ്,
അതുകൊണ്ട് ആ മഴനൃത്തം ശരിയാണ്. യഥാർത്ഥ മനുഷ്യർ മഴനൃത്തം ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് എവിടെയോ എഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, എങ്കിൽ പിന്നെ സെൻസർ ബോർഡിൻ്റെ ആവശ്യമില്ലല്ലോ. സിനിമയിൽ അവർ തുണി കുറച്ചിട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അത് നടിനടന്മാരാണ്, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാമല്ലോ. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ടെലിവിഷനിലും കാണാം. ഈ തരത്തിലുള്ള പരിപൂർണമായ കാപട്യം നിറഞ്ഞ സമീപനങ്ങളാണ് നമ്മളിൽ ഒത്തിരി പേർക്ക് ജീവിതത്തോടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ ഭരണകൂടത്തെ എതിർക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ പോലും അസാധ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്നോട് എൻ്റെ സുഹൃത്ത് നമുക്ക് വന്ന വഴിക്ക് പഴയ ഒരു നക്സലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് 2 ലൈൻ പറഞ്ഞു വന്നു. അത് മുതലാളിത്തത്തെ പറ്റിയാണ്. മുതലാളിത്തം ഇന്ന് ജീവിച്ചിരിപ്പ് പോലുമില്ല, അല്ല ചത്ത അടങ്ങിയ കാലങ്ങളായി. മുതലാളിത്തം കവിയെയും കലാകാരനെയും പണ്ഡിതനെയും ഭിഷഗ്വരനെയും അതിൻ്റെ ശമ്പളം പറ്റുന്ന കൂലി വേലക്കാരാക്കി മാറ്റും എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1800 എത്രയോ 200 കൊല്ലം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇവരെയൊക്കെ ശമ്പളം പറ്റുന്ന കൂലിക്കാരാക്കി മാറ്റും. അപ്പോൾ അഴീക്കോട് മാസ്റ്റർ, OMV മാസ്റ്ററെ പറ്റിയൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ ബഹുമാനമുള്ള സ്നേഹമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത് മാത്രമേ ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും പറയാൻ 2 മിനിറ്റ് ഞാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എനിക്കൊന്ന് OMVക്കൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒക്കെ ഈ ഭരണകൂടങ്ങളുമായിട്ട് നമ്മൾ അവരുടെ ഒരു കപ്പ് ചായ കുടിച്ചാൽ നമ്മൾ മലിനീകരിക്കപ്പെടുന്നതാണ്. ഒരു കാരണവശാലും അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ നമുക്ക് ഇവരുമായിട്ട് ഒരു തരത്തിലുള്ള ഈ ഭരിക്കുന്നവരുമായിട്ട് ഒരു ബന്ധം പുലർത്തേണ്ട ആവശ്യം കലാകാരനില്ല. അപ്പം നമ്മൾ ഈ ഓരോരോ കാരണം പറഞ്ഞ് എൻ്റെ മകൻ ഒരു ചെറിയ പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്ക് മറ്റേ ഇത് വേണം, എന്തെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ഒരു അവാർഡിൻ്റെ ഒരു സൗകര്യം ഉണ്ടാക്കി തരണം, എൻ്റെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞു. OMV മാഷ് അങ്ങനെയൊന്നും അല്ല. OMV മാഷ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ഭരണകൂടങ്ങൾ, പക്ഷേ OMV മാഷൊക്കെ അതിൻ്റെ വിക്റ്റിമാണ്, ഇരയാണ്. ഒരു ഭരണകൂടം നമ്മളെ ലാളിക്കും, അടുത്ത ഭരണകൂടം നമ്മളെ നിലത്തിട്ട് ചവിട്ടും. ചിലപ്പോൾ ലാളിക്കുന്ന ഭരണകൂടം തന്നെ നമ്മളെ നിലത്തിട്ട് ചവിട്ടും. ഇത് അഴീക്കോട് മാഷിനും എല്ലാവർക്കും, എൻ്റെ മുൻ തലമുറയിലെ വളരെ മഹാന്മാരായ ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് മുൻ തലമുറ ഭരണകൂടങ്ങളുമായിട്ട് ബന്ധം പുലർത്തുകയും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിനും തെറ്റ് കാണാതിരുന്നതിനും എനിക്കറിയാം. കാരണം അക്കാലത്ത് ഭരണകൂടങ്ങൾക്ക് ആദർശവും ഒരു പരിധിവരെ പരിശുദ്ധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഭരണകൂടങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിന് ഒരു ആവശ്യം പോലുമില്ല. കാരണം അവർ ഈ അവസരം നമ്മൾ മോശമാക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമുണ്ട്. ഞാൻ കാർത്തികനെ വ്യക്തിപരമായിട്ട് എടുത്ത് പറയല്ല. കോൺഗ്രസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് അക്ഷര വൈരിയാണെന്നുള്ളത്. കോൺഗ്രസിന് ഒരിക്കലും സംസ്കാരത്തെ, സ്വതന്ത്രമായ സംസ്കാരത്തെ ധൈര്യമായിട്ട് അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല. അതിനെന്നും ഒരു സെൻസർഷിപ്പിൻ്റെ സ്വഭാവം പണ്ടുപോലെ ഉണ്ടായിരുന്നു. നമ്മളിത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ജനാധിപത്യം ഉണ്ടാക്കിയപ്പോൾ എവിടെയൊക്കെയോ ചില കോംപ്രമൈസുകൾ ഉണ്ടാക്കി. കമ്മ്യൂണിസം ജനിച്ചത് തന്നെ കലയിൽ നിന്നാണ്. കേരളത്തിലെ കമ്മ്യൂണിസം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പോലെയൊക്കെയുള്ള KPIC ഒക്കെ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ആ OMV പോലെയുള്ള ആളുകൾ എഴുതിയ ഗാനങ്ങളിൽ നിന്നും, വയലാറിനെ പോലുള്ള ആളുകൾ എഴുതിയ ഗാനങ്ങളിൽ നിന്നുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ഉയർന്നു വന്നത്. അതുകൊണ്ട് അതിന് അടിസ്ഥാനപരമായിട്ട് കലയുമായിട്ട് എവിടെയും ഒരു കെട്ടുപാട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ അവർ കലാകാരന്മാരെ, എഴുത്തുകാരെയും ചീത്ത വിളിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നിന്നില്ലെങ്കിലും അവർ ശത്രുക്കളായിട്ട് എഴുതിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രശ്നം ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവർ ഞങ്ങളുടെ ശത്രുക്കളാണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ്, ഈ UDFൻ്റെ മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ വളരെ സീനിയറായിട്ടുള്ള ആളുകളുടെ ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് തരുൺ പറഞ്ഞ പോലെ ഭരണകൂടത്തെ എതിർത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേരളം പോലെയുള്ള ഈ തരത്തിലെ വെറും നികൃഷ്ടമായ ഭരണകൂടങ്ങൾ പോലും നമുക്ക് ഇത്രയധികം വിഷമങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാർ, നോവലിസ്റ്റുകൾ, വളരെ മനോഹരങ്ങളായ നോവലുകൾ എഴുതിയ കണ്ണൻകുട്ടി, ശ്രീകുമാരൻ പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. അവരുടെ കാലമെങ്കിലും, ഞങ്ങളുടെയൊക്കെ കാലമൊക്കെ പോയി, അതൊക്കെ എല്ലാം കഴിഞ്ഞു. പക്ഷെ അവരുടെ കാലമെങ്കിലും ഈ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെടാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാഹിത്യ
കവികൾക്ക് ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന എഴുത്തുകാരനും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമാണ് ശ്രീ NP മുഹമ്മദ്. സുവർണ ജൂബിലി അവാർഡ് നേടിയ ശ്രീ P കണ്ണൻകുട്ടിയുടെ ഒടിയൻ, ശ്രീ EP ശ്രീകുമാറിന്റെ മാറാമുദ്ര എന്നീ നോവലുകളുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീ NPയെ സവിനയം ക്ഷണിക്കുന്നു. ശ്രീ T പത്മനാഭൻ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എന്നിൽ അപ്രിയമായിട്ടുള്ള ചുമതല 2 നോവലുകൾ കണ്ണൻകുട്ടിയുടെ ഒടിയനും CP ശ്രീകുമാരൻ്റെ മാറാമുദ്രയും പ്രകാശനം ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 നോവലുകളും ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാതിരിക്കാനുള്ള ഏക കാരണം ഈ പുസ്തകങ്ങൾ DC ബുക്സ് എനിക്ക് ഏൽപ്പിച്ചിട്ടില്ല. പുസ്തകം അച്ചടിയിലാണ് എന്നാണ് എന്നോട് ഇന്നലെ പറഞ്ഞ വിവരം. അതുകൊണ്ട് അവ മറച്ചു നോക്കാനോ കാണാനോ എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കുകയാണ്. ഇതിൽ എനിക്ക് പുസ്തകത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയാനുള്ളത്. DC കിഴക്കേ മുറിയെ എനിക്ക് മുമ്പേ അറിയാം. അദ്ദേഹം നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജറായിരുന്നു. കാരൂരായിരുന്നു അന്ന് സെക്രട്ടറി. അന്ന് ഞാൻ കുറച്ചൊക്കെ കഥകൾ എഴുതിയിരുന്ന കാലമാണ്. ആദ്യത്തെ 10 കഥകളെടുത്ത് ഒരു പുസ്തകമാക്കണമെന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായി. എൻ്റെ ഈ ആഗ്രഹം ഞാൻ അന്ന് എൻ്റെ സുഹൃത്തായിരുന്ന CJ തോമസിനോട് പറഞ്ഞു. CJ തോമസ് 6-7 കഥകൾ എന്നിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ പുസ്തകം ഒരു കൊല്ലമായിട്ടും പ്രസിദ്ധീകരിച്ച് കാണുന്നില്ല. അങ്ങനെ തൃശ്ശൂരിൽ ശ്രീ M ഗോവിന്ദൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു ക്യാമ്പിൽ ഞാൻ MD-യോടൊപ്പം പോവുകയുണ്ടായി. അവിടെ നിന്നാണ് കാരൂരിനെയും DC-യെയും ഞാൻ കാണുന്നത്. CJ തോമസും ഉണ്ടായി. അപ്പോൾ ഉച്ചക്ക് കോഫി ഹൗസിലേക്ക് വരണമെന്ന് CJ നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ തൃശ്ശൂർ കോഫി ഹൗസിൽ ചെന്നു. DC-യും അവിടെ ഉണ്ടായിരുന്നു, കാരൂരും അവിടെ ഉണ്ടായിരുന്നു. കാരൂർ സാർ ചെന്നപാടെ എന്നോട് തുറന്നു പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള പണം സംഘത്തിൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് 300 രൂപ അഡ്വാൻസായി തന്നാൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് പിന്നീട് റോയൽറ്റി കടയിലേക്ക് തന്നതാണ്. എൻ്റെ കയ്യിൽ അന്ന് 300 രൂപയും ഉണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ശമ്പളം 65 രൂപയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ സാധിക്കില്ല, പുസ്തകം പ്രസിദ്ധീകരിക്കില്ലെങ്കിൽ മടക്കി തരിക എന്നുള്ളത് നിവൃത്തിയുള്ളൂ എന്ന് കാരൂർ സാറിനോട് പറയുണ്ടായി. ഇത് കേട്ട DC 300 രൂപ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കാരൂർ സാറിന് ഒരു ചെക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പിന്നെയും 5-6 മാസം കഴിഞ്ഞ ശേഷം പ്രസിദ്ധീകരിച്ചത്.
ആ ഒരു സ്മരണ ഇപ്പോൾ എന്നെ വിവശനാക്കുന്നു. അന്ന് DC ഈ പുസ്തകത്തിന് 300 രൂപ, തൊപ്പിയും തട്ടവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, 300 രൂപ അച്ചടിക്കാനുള്ള സഹായമായി കൊടുത്തിരുന്നില്ലെങ്കിൽ ഞാൻ കഥാകൃത്തോ സാഹിത്യകാരനോ പിന്നീടാകുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. ആയേക്കാം, ആകാതെ ഇരിക്കുകയും ചെയ്തേക്കാം. അല്ലാതെ നിരാശ എന്ന് എനിക്ക് ബാധിക്കുമായിരുന്നു. ആ നിരാശയില്ലാതെ എന്നിൽ പ്രോത്സാഹനം ഉത്തേജിപ്പിച്ചു എന്നുള്ളതാണ് DC-യോട് എനിക്ക് എന്നും ആദരവ് തോന്നാൻ കാരണം. ആ ആദരവ് പിന്നീടും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് നിർലോഭമായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് വാസ്തവത്തിൽ പറയാനുള്ളത്. ഈ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ലാത്തതിനാൽ ഇവയെക്കുറിച്ച് സാമാന്യമായ ഒരു വിവരണം എൻ്റെ സുഹൃത്ത് സക്കറിയ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് അത് നല്ല പുസ്തകങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. നല്ലതല്ലാത്തതിനെക്കുറിച്ച് സക്കറിയ പറയുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ പുസ്തകങ്ങളുടെ ഔപചാരികമായ പ്രകാശനം പുസ്തകങ്ങൾ കയ്യിലില്ലാതെ ഞാൻ നിർവഹിച്ചു കൊള്ളുന്നു. നമസ്കാരം. ആദ്യം ശ്രീ EP ശ്രീകുമാറിന്റെ മാറാമുദ്ര. ഇനി ശ്രീ P കണ്ണൻകുട്ടിയുടെ ഒടിയൻ. പുതിയ കഥാസമാഹാരങ്ങളുടെ പ്രകാശനമാണ്. പ്രകാശിക്കപ്പെടുന്ന പുസ്തകങ്ങൾ: രാമചന്ദ്രൻ എഴുതിയ ഈ കടവിലെ മുതല, KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്, M നന്ദകുമാർ എഴുതിയ വായില്ലാ കുഞ്ഞിലപ്പൻ, K രേഖയുടെ ജൂറാസിക് പാർക്ക്, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും, S സിത്താരയുടെ വേഷപകർച്ച. മലയാള സാഹിത്യത്തിൽ തന്റേതായ സ്മാരകശിലകൾ പടുത്തുയർത്തിക്കൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ കഥാകാരനാണ് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. സന്തോഷ് ഏച്ചിക്കാനത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ബാലചന്ദ്രൻ, സക്കറിയ, ഏറ്റവും ആദ്യം പറയുന്നത് മത്സരത്തിൻ്റെ ഗോപാലകൃഷ്ണൻ, ബഷീർ സാഹിബ്, വരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാനും പുതിയ കഥാകൃത്തുക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, ഇന്നത്തെ 6 പുസ്തകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പറഞ്ഞ പുസ്തകം കിട്ടാത്തതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പുസ്തകം കിട്ടാതെയും നമ്മുടെ നിരൂപകന്മാരൊക്കെ പുസ്തകം വായിക്കാതെ നിരൂപണം എഴുതുന്ന ഈ കാലഘട്ടത്തിൽ പുസ്തകം കാണാതെ തന്നെ പുസ്തകത്തെ പറ്റി പറയാം. ഈ കടവല മുതല എഴുതിയ രാമചന്ദ്രൻ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ താമസിച്ചാണ്, എനിക്കറിയില്ല മുമ്പ് കഥ എഴുതിയെന്നുള്ളത്, താമസിച്ചാണ് കഥ എഴുതാൻ തുടങ്ങിയത്. ഞങ്ങളത് കാണുന്നത് അദ്ദേഹം വീട്ടിൻ്റെ പത്രാധിപരാണ്. അപ്പോൾ ഈ വളരെ പത്രപ്രവർത്തനവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരാൾ എഴുതിയ കഥ എന്ന നിലയിൽ ആ കഥകൾ പത്രപ്രവർത്തനവുമായി യാതൊരു ബന്ധമില്ലാത്ത കഥകളാണ്. അദ്ദേഹത്തിന് 2 കഥകൾ പുസ്തകത്തിൽ കൂടിയല്ല, മലയാളത്തിലും മറ്റാഴ്ചകളിൽ വന്ന 2 കഥകൾ വായിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടി, ഞങ്ങളൊക്കെ ഒരു തോൽപ്പിക്കാൻ വേണ്ടിയാണോ രാമചന്ദ്രൻ കഥ എഴുതാൻ വന്നിരിക്കുന്നത് ഭയമുണ്ട്. ആ ഭയം നല്ലതാണ്. പിന്നെ ഇതിലുള്ള മറ്റു കഥകളെ കുറിച്ച് KR പിള്ളയുടെ കഥകളും ഏകദേശം അതിൽ മുഴുവൻ അതിനാലും ഒരു അവതാരിക എഴുതുന്നത് കൊണ്ട് സന്തോഷത്തോടെ വായിച്ചാണ് എഴുതുന്നത് കൊണ്ട് അതുകൊണ്ടല്ല ആ ഇതിലെ മുഴുവൻ കഥകളും ഞാൻ വായിക്കുന്നു. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിന് സംസാരിക്കുന്നില്ല. പുസ്തകത്തിലെ ഭാഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മലയാള ഭാഷയിലാണ്. നമ്മളൊക്കെ ഇപ്പോഴും ഈയിടെയും നിത്യവും ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലാണ് ഈ 6 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ 6 പുസ്തകങ്ങൾ എഴുതിയ മലയാള ഭാഷ വരാൻ പോകുന്ന 25 വർഷത്തിനുള്ളിൽ ഈ ഭാഷ ഇല്ലാതാകുമെന്ന് ഞാനിവിടെ പറയുകയാണ്. മലയാള ഭാഷ ഇല്ലാതാവാൻ പോകുന്നത് ലോകത്ത് 2 മാസം കൂടുമ്പോൾ ലോകത്തുള്ള ഓരോ ഭാഷയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 കോടി ജനസംഖ്യയുള്ള ഈ ഭൂലോകത്ത് ഉള്ള ഭാഷകളിൽ 2 മാസം കൂടുമ്പോൾ ഓരോ ഭാഷ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭാഷകൾ നശിച്ചു. 86% ആളുകൾ സംസാരിക്കുന്നത് 16 ഭാഷ മാത്രമേ ഉള്ളൂ. ബാക്കി ശതമാനം ഭാഷ ചെറിയ ശതമാനം ആളുകളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മലയാളം നമുക്ക് ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് പ്രസിദ്ധീകരണശാലകളുണ്ട്, ഒരുപാട് പ്രസാധകരുണ്ട്, ഒരുപാട് ആഴ്ചപ്പതിപ്പുള്ള മാസികകളുണ്ട്. പക്ഷെ ഇത് സംസാരിക്കുന്ന ചെറിയ ജനതയാണ് 3 കോടി. പക്ഷേ ഈ 3 കോടി ജനതയേക്കാൾ വളരെ ചെറിയ ജനത സംസാരിക്കുന്ന ഭാഷയിൽ എഴുതിയ സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ ലോകപ്രശസ്തങ്ങളാണ്. അപ്പോൾ ലോകപ്രശസ്തങ്ങളാവാത്ത രീതിയിലുള്ള ഭാഷകൾ, പ്രാദേശിക ഭാഷകളിലുള്ള സാഹിത്യവും പുസ്തകങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ആ ഭാഷയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത് ഈ ഭാഷ എന്തുകൊണ്ടാണ് നശിക്കുന്നത്? നമ്മളതിനെ വേണ്ടവരും ഉപയോഗിക്കുന്നില്ല. ഈ ഭാഷ നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ കരിക്കുലം, നമ്മുടെ സിലബസ് നോക്കിയാൽ മലയാളത്തിന് പ്രാധാന്യമില്ല. ഇന്നത്തെ ആളുകളൊക്കെ എല്ലാ ആളുകളും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്നു. താല്പര്യമാണ്. കാരണം കുട്ടികളെ ഈ ബ്രോയിലർ കോഴി മാതിരി ലബോറട്ടറിയിൽ വളർത്തിയെടുക്കുന്ന മാതിരിയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്, സാധാരണ സ്കൂളിലേക്ക് അയക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം മലയാളത്തെ വിട്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10 വയസ്സായ സമയത്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിക്കുന്നത്. 10 വയസ്സായ സമയത്ത്. കാരണം 10 വയസ്സ് വരെ മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ ആരും തന്നെ മാതൃഭാഷ പ്രശസ്തമാക്കാൻ പോകുന്നില്ല. 10 വയസ്സ് വരെ മറ്റൊരു ഭാഷ പഠിക്കാൻ പാടില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരു ഭാഷ പഠിക്കേണ്ടത്. ആ ഒരു നിലവാരം, ആ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വരാത്തിടത്തോളം കാലം ഈ മലയാളം നമ്മൾ മറക്കേണ്ടവരും മലയാള ഭാഷ മരിക്കുക ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ ചില ടെലിവിഷനിലും ദൂരദർശനിലൊക്കെ നമ്മുടെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്ന ആളുകളുടെ ഭാഷ സംസാരം കേൾക്കുമ്പോൾ ഇത് മലയാളത്തിനാണ് സംശയം തോന്നുന്നത്. അതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് വളരെയധികം 1.4 ലക്ഷവും 1.5 ലക്ഷവും 75,000 50,000 കോപ്പിയൊക്കെ ചിലവായിരുന്ന ആഴ്ചപ്പതിപ്പുകളൊക്കെ 30,000 20,000 15,000 ഒക്കെ കുറഞ്ഞു വന്നു. അപ്പം അതിൻ്റെ ഈ വായനക്കാരൊക്കെ എവിടെ പോയി? ഈ വായനക്കാരൊക്കെ എങ്ങും പോയിട്ടില്ല. അവരൊക്കെ മധ്യവർത്തി വായനക്കാരാണ്. ഈ മധ്യവർത്തി വായനക്കാരൊക്കെ ഇന്ന് ടെലിവിഷൻ്റെ മുമ്പിലാണ്. അതൊക്കെ കാരണം വളരെ എളുപ്പത്തിൽ സാധനം കിട്ടാണ്. ഈ ടെലിവിഷൻ മുമ്പിലിരിക്കുന്ന ഈ മധ്യവർത്തി വായനക്കാർ ഗൗരവമേറിയ വായന നിർത്തുകയും ഇന്റലക്ച്വൽ റീഡേഴ്സ് ബുദ്ധിവിജീവികളായിട്ടുള്ള വായനക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ 14 ലക്ഷവും 12 ലക്ഷവും കോപ്പികൾ ചിലവാകുന്ന ആഴ്ചപ്പതിപ്പുകൾ നമ്മുടെ നാട്ടിൽ ചിലവാകുന്നുണ്ട്, വിറ്റുപോകുന്നുണ്ട്. ഈ 14 ലക്ഷം കോപ്പി ചിലവാകുന്ന ആഴ്ചപ്പതിപ്പുകൾക്ക് 14 ലക്ഷം ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അത് അതിശയോക്തിയോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ 14 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമോ 10 ലക്ഷമായി തന്നെ 10 ലക്ഷം ആഴ്ചപ്പതിപ്പുകൾ വിറ്റുപോകുന്നുണ്ട്. 10 ലക്ഷം വിൽക്കുന്ന ആഴ്ചപ്പതിപ്പ് എത്ര ആൾ ചുരുങ്ങിയത് ഒരു 5 പേരൊക്കെ വായിച്ച് 50 ലക്ഷം ആളുകൾ ഈ ആഴ്ചപ്പതിപ്പ് വായിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ 50 ലക്ഷം വായനക്കാർ വേറെയുണ്ട്. പക്ഷെ ആ വായനക്കാരെ നമ്മളാരും അറിയുന്നില്ല. കാരണം അത് പുറംപോക്കിലെ വായനക്കാരാണ്, ബുദ്ധിജീവികളല്ല, സ്കൂൾ ടീച്ചേഴ്സല്ല, പ്രൊഫസർമാരല്ല, ഡോക്ടർമാരല്ല, എഞ്ചിനീയേഴ്സൊന്നല്ല ഈ വായനക്കാർ. ഈ വായനക്കാർ പുറംപോക്കിൽ തള്ളപ്പെട്ട ആളുകളാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, കർഷക തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അംഗൻവാടി ടീച്ചർമാർ, വീട്ടമ്മമാർ, ഇവർക്കാണ് വായിക്കുന്നത്. ഈ വായിക്കുന്ന വായനക്കാരെ കുറിച്ച് നമുക്കറിയില്ല. ഈ വായനക്കാർ ഇത് വായിച്ചിട്ട് വേണം ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ മരിക്കാൻ പോകുന്ന മലയാള ഭാഷ രക്ഷിക്കാൻ. മലയാള ഭാഷ മരിക്കാൻ പോകുകയാണ്. ഈ മരിക്കാൻ പോകുന്ന മലയാള ഭാഷ രക്ഷിക്കുന്നത് നമ്മളൊക്കെ പുറമ്പോക്ക് തള്ളിയ പൈങ്കിളി എന്ന് അധിക്ഷേപിച്ച ഈ ആഴ്ചപ്പതിപ്പുകളിൽ കൂടി വരുന്ന നോവലുകളും കഥകളും വായിക്കുന്ന ഈ മലയാളികളാണ് പുറമ്പോക്കിൽ തള്ളപ്പെട്ട അധകൃത വായനക്കാരാണ്. ഇനി നമ്മുടെ ഭാഷയിലും ആ ഭാഷയോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെ രക്ഷിക്കാൻ പോകുന്നത്. ഒരു ഭാഷ എന്തുകൊണ്ട് ഭാഷ മരിക്കുന്ന ഭാഷ നമ്മുടെ അമ്മയാണ്, നമ്മുടെ സംസ്കാരമാണ്. മലയാള ഭാഷ നമ്മൾ നശിക്കുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ അമ്മയാണ്. അപ്പൊ ഇതിന് പരിപോഷിക്കുന്ന ഉദയനായിട്ടും മനസ്സിലായിട്ടും കണക്കാക്കി അവർ ഭയങ്കര എത്ര പേരുണ്ട്? 4-ാം തീയതി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവരെ ലക്ഷക്കണക്കിന് 50 ലക്ഷം 60 ലക്ഷം 20 ലക്ഷം മലയാളികളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 5000 പേരല്ല, 25,000 പേരല്ല, ലക്ഷക്കണക്കിനാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വായിക്കപ്പെടുന്ന വീട്ടുകാരെ നമ്മളാരും അറിയില്ല. നമ്മളത് ആദരിക്കണം. കാരണം ഈ എഴുത്തുകാരാണ് നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ ഒരു ആവേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ആഘോഷിക്കുന്ന പത്രങ്ങൾ ആഘോഷിക്കാൻ കിട്ടും. കാർഗിലിൽ വന്ന ശവപ്പെട്ടി, കാർഗിൽ ശവപ്പെട്ടി വരുന്നു. കാർഗിൽ ശവപ്പെട്ടി വരുന്നു. ഈ ശവപ്പെട്ടിയുടെ ഞാൻ അതിനെപ്പറ്റി പറയുന്നത് കേരളത്തിയുടെ ആളുകളുണ്ടായിരുന്നു. ഇതിനകത്ത് പോയി ഈ ശവപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ശവപ്പെട്ടിയുടെ മേൽ നടന്ന ആരോപണങ്ങൾ ആശംസകൾ അർപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് സത്യത്തിൽ എനിക്ക് വ്യക്തമാണ്. ഇന്ന് ഇവിടെ 8 പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന കറന്റ് ബുക്സ് എന്ന പുസ്തക സ്ഥാപനം ആണ് അത് നിർവഹിച്ചിരിക്കുന്നത്. അവരെ 2 കൂട്ടരെയും ഒരുപോലെ ആശംസിക്കുക എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. കറന്റ് ബുക്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് 60കളിൽ ഞാൻ വിദ്യാർത്ഥിനി ആയിരുന്നപ്പോൾ മിഠായി തെരുവിൻ്റെ കോർണറിൽ കോർട്ട് റോഡിൻ്റെ മൂലയ്ക്ക് കറന്റ് ബുക്സ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കടയാണ്, പുസ്തകക്കട. മിഠായി തെരുവിൽ ആദ്യമായി ഒരു വസ്തു ഏതെങ്കിലും ഒരു ഷോപ്പിൽ വാങ്ങാനുണ്ടായിരുന്നത് ഈ പുസ്തകക്കടയിലാണ്. പുസ്തകക്കടയിലെ മേനോനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഏത് പുതിയ പുസ്തകം വന്നാലും ഏത് പുതിയ മാസിക വന്നാലും അതിൽ ഒരു കോപ്പി എടുത്തു വെച്ച് വൈകുന്നേരം സ്കൂളിൽ നിന്ന് അന്ന് ഞാൻ ആദ്യത്തെ കൊല്ലം അധ്യാപികയാണ്, തിരിച്ചു പോകുന്ന എനിക്ക് തരുമായിരുന്നു. അതിൻ്റെ വില ഞാൻ അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട ഒരു വസ്തു വാങ്ങുന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമായത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നി. ഇന്നും ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷവും
ഒരു പട്ടുസാരിയുടെയോ അല്ലെങ്കിൽ ഒരു പരിമള തൈലത്തിൻ്റെയോ മണമല്ല. അന്ന് ഞാൻ മേടിച്ച പുസ്തകത്തിൻ്റെ, പുതിയ പുസ്തകങ്ങളുടെ ഗന്ധമാണ് എൻ്റെ മൂക്കിൽ നിലനിൽക്കുന്നത്. പിന്നീട് ഇതേ സ്ഥാപനം, ഇതേ പേരിൽ മറ്റൊരാളുടെ കയ്യിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കറണ്ട് ബുക്സിനോട് വളരെയധികം ആരാധനാ മനോഭാവമുണ്ട്. അതിനെ ജൂബിലിയിൽ എത്തിച്ച കൈകളോടും അതേ തരത്തിൽ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇനി ഉള്ളത് നമ്മൾക്ക് ഇന്ന് ഇവിടെ പുസ്തകങ്ങൾ എഴുതി തന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ്. 2 നോവലുകളും 6 കഥാസമാഹാരങ്ങൾ. ഇത് മലയാള സാഹിത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ എഴുതപ്പെടുന്നത്, ഏറ്റവും അധികം പുഷ്കലമായിരിക്കുന്നത് മലയാളത്തിൽ ചെറുകഥാ സാഹിത്യം തന്നെയാണ്. പിന്നെ അതിനേക്കാൾ വളരെ കുറവാണ് നോവൽ. ഒരിക്കൽ കെ പി രാമനുണ്ണി പറയുകയുണ്ടായി, നോവൽ എഴുതുക വളരെ ക്ലേശകരം തന്നെയാണ് ടീച്ചർ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എഴുതാൻ പറ്റിയത് കഥ തന്നെയാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം വലിയ അത്ഭുതം തോന്നുന്നു. നോവൽ എഴുതുന്നത് വളരെ ക്ലേശകരമാണ്, ഇന്നത്തെ ജീവിതത്തിൽ പ്രത്യേകിച്ചും. വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ ജീവിതമാണ് മറ്റെല്ലാ കാലത്തേക്കാളും കൂടുതൽ കഥാസങ്കുലം ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥകളെ നാം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടാലും നമ്മൾ അവയെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നില്ല എന്നതാണ് ദോഷം. നോവലിൻ്റെ സ്ഥിതിയും അതാണ്. ഒരു നോവലല്ല, അനേകം നോവൽ എഴുതാനുള്ള ജീവിത പരിതോവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഉണ്ട്. പക്ഷേ ഈ അവസ്ഥകളെ ഉൾക്കൊള്ളാൻ പോകുന്ന ഹൃദയമുള്ള എഴുത്തുകാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ഹൃദയമുള്ള എഴുത്തുകാർ ധാരാളം ഇന്ന് എഴുതുന്നുണ്ടെങ്കിലും അവരാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഈ പുസ്തകങ്ങളുടെയും ആനുകാലികങ്ങളുടെയും കുത്തൊഴുക്ക് ആരെ ശ്രദ്ധിക്കണം, ആരെ ശ്രദ്ധിക്കേണ്ട എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്ഥാപനം ആയിട്ട് DC ബുക്സും കറണ്ട് ബുക്സും തീരട്ടെ എന്നാണ് എനിക്ക് ഇവിടെ ആശംസിക്കാനുള്ളത്. തിരിച്ചറിവിന് നമ്മൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് നിരൂപകന്മാരുടെ സത്യസന്ധമായ ആത്മസമർപ്പണത്തോടുകൂടിയുള്ള നിരൂപണങ്ങൾ ആയിരുന്നു.